രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് നമ്മൾ മാത്രമല്ല, ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ ഭാര്യ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെയോ ഇന്ത്യ സഖ്യത്തിൻ്റെയോ നേതാക്കന്മാർ ജന്തർ മന്ദറിലേക്ക് എത്താൻ തുടങ്ങിയതെന്നും ഇതിപ്പോൾ അവരുടെ സമരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നത് ഈ CJPയുടെ സമരത്തെ അല്ലെങ്കിൽ ഈ ജന്തർ മന്ദറിൽ നിരാഹാര സമരം കടന്ന് ഇപ്പോൾ ആശുപത്രിയിൽ ആയിരിക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ CJPക്കകത്ത് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുപോട്ടെ, എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാക്കുക, സങ്കീർണമാക്കുക എന്നത് തന്നെയാണ്. കാരണം പാർലമെൻറ്റിൻ്റെ സെഷൻ നടക്കുന്ന വേളയിൽ ഇന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇത് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ എങ്ങനെയാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ഈ സർക്കാർ ചെയ്തു, ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാണ്, പാർലമെന്റിൽ തന്നെ വിശദീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല, സംഘർഷമുണ്ടാക്കുക എന്നത് തന്നെയാണ് അവരുടെ താല്പര്യം. ഇനിയും ഈ പ്രൊട്ടസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവരുടെ താല്പര്യം എന്താണ്? അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്നൊക്കെ മാറി ഒരു ബംഗ്ലാദേശ് മോഡലിലോ നേപ്പാൾ മോഡലിലോ ശ്രീലങ്ക മോഡലിലോ ഒരു വലിയ കലാപം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും അതിനുശേഷം അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിതിനെ കണക്ട് ചെയ്യുന്നത് ബംഗ്ലാദേശുമായി തന്നെയാണ്. കാരണം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള കലാപവുമായി രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ നടത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വലിയ തോതിൽ സാമാന്യമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും.